ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മരിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ബാക്കിയുള്ളവർ വന്ന് നോക്കുമ്പോഴും നമ്മൾ ഡോക്ടർമാരെ നോക്കുമ്പം പൾസില്ല, ബാക്കി പ്രശ്നമില്ല, മരിച്ചതായിട്ട് തന്നെ ഡോക്ടർമാർക്ക് തോന്നിക്കഴിയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും വരാണ്, പൾസ് റിട്ടേൺ ചെയ്യുന്നു, ബാക്കി കാര്യങ്ങൾ ഇതാണ് നമ്മൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ നമ്മൾ പലരും പഠനങ്ങളിൽ നടത്തിയിട്ടുള്ളത്, ആദ്യമായിട്ട് അതിനെപ്പറ്റി ഒരു ബുക്കായിട്ട് എഴുതിയത് റെയ്മണ്ട് മൂഡി എന്ന് പറഞ്ഞ ഡോക്ടർ സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പല രോഗികളിൽ നിന്നും ഈ മരിച്ചു കിടന്ന സമയത്ത് അതിനിടയ്ക്കുള്ള അനുഭവങ്ങൾ അവർ പറയുമ്പോഴത്തേക്കും അത് തള്ളിക്കളയാതെ അതിനെപ്പറ്റി അദ്ദേഹം കാര്യമായിട്ട് ഓരോ ഇങ്ങനെ അനുഭവം കിട്ടിയ രോഗികളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് വെച്ചിട്ട് എഴുതിയ ബുക്കാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ആ ബുക്കിനകത്ത് അദ്ദേഹം ഒരുപാട് ഇൻസിഡൻസ് പറയുന്നുണ്ട്. പലരും മരിച്ചു കഴിഞ്ഞ ഉടനെ ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വെളിയിൽ വന്നിട്ട് കുറച്ച് നേരമെങ്കിലും ആത്മാവ് ആ ചുറ്റുവട്ടത്ത് തന്നെ കാണും. ആ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഈ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ചിലപ്പോൾ അവരൊരു ലൈറ്റിൽ കൂടെ ഒരു ടണലിൽ കൂടെ ഒരു ടണലിൻ്റെ അപ്പുറം വരെ എത്തും. അപ്പുറത്ത് ചെല്ലുമ്പം അവരുടെ പഴയ മരിച്ചു പോയി കഴിഞ്ഞ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അവിടെ വെച്ച് കാണാറുണ്ട്. ആ കാണുന്ന സമയത്ത് അവരുമായിട്ട് സംഭാഷണം നടത്തിയതിന് ശേഷം അവർ തന്നെ പറയും, അവിടെ വെച്ച് കണ്ട ആത്മാക്കൾ പറയും, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് തിരിച്ച് പോയിട്ട് നിങ്ങളുടെ സമയമാകുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞിട്ട് അവർ തിരിച്ച് പിന്നെ അവരുടെ ശരീരത്തിലോട്ട് കയറുകയാണ്. ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ട് ഈ ഡോക്ടർമാർ, അതിനകത്ത് ഇൻട്രസ്റ്റഡ് ഡോക്ടർമാർ ചോദിച്ചപ്പോഴത്തേക്കും അവർ ഈ അനുഭവം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അനുഭവം അവർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവർക്ക് പിന്നെ മരണത്തെ ഭയമില്ല. എന്നുവെച്ചാൽ അവർക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ മരണം എന്നൊരവസ്ഥ ശരീരത്തിനാണ്, ആത്മാവിന് ആ ഒരു മരണമില്ല എന്നുള്ള വസ്തുത വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കി. ആ പറയുന്നതിൽ അദ്ദേഹം ഒരു വളരെ ദീർഘമായിട്ടുള്ളൊരു കഥ പറയുന്നത്, കഥയല്ല, അനുഭവം ഒരു ആൾ പറഞ്ഞു കൊടുത്തത്, ആ രോഗി വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. എത്താൽ ഓപ്പറേഷനെല്ലാം ഫിക്സ് ചെയ്തു. പക്ഷേ അനസ്തെറ്റിസ്റ്റിനായാലും ശരി, ചെയ്യുന്ന സർജനായാലും ശരി തന്നെ ഈ രോഗി തിരിച്ചു വരുമെന്ന് പൂർണ്ണമായിട്ടും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വളരെ അക്രമവാസനയുള്ളൊരു മകനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ മകനെ നോക്കുന്നത് തനിച്ച് പ്രയാസമായിരിക്കും, ഞാനും കൂടെ ഇല്ല എങ്കിൽ എന്നുള്ളൊരു മനസ്സിലൊരു ചിന്ത വന്നിട്ട് അദ്ദേഹം തലേന്നിരുന്നിട്ട് വൈഫിനെ ഈ മകനെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി ഒരു വളരെ ദീർഘമായിട്ടൊരു ലെറ്റർ എഴുതിയിട്ട് അവസാനം എഴുതി തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ണിൽ നിന്ന് 2 കണ്ണുനീര് ലെറ്ററിലോട്ട് വീഴും. ആ സമയത്ത് അദ്ദേഹത്തിന് വേറെ ഒരു സോളിൻ്റെ പ്രസൻസ് അനുഭവപ്പെടും. ആ സോൾ ഇദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് പറയും, ഇതിലേക്കൂടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിടിവെച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത്, പിന്നെ ആത്മാവിന് പിന്നെ മതിലുകളൊന്നും പ്രശ്നമില്ല, ആ ആശുപത്രിയുടെ ഇവിടെ കൊണ്ടുപോയിട്ട് നാളെ നിങ്ങൾ ഈ വഴിയായിരിക്കും കൊണ്ടുപോകുന്നത് തിയേറ്ററിലോട്ടെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ കൊണ്ടുചെന്നിട്ട് 2 ആത്മാക്കളിങ്ങനെ ഒരുമിച്ച് പോവാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയും, ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആദ്യം പ്രീ ഓപ്പറേഷനായിട്ട് ഇവിടെ കിടത്തിയിട്ട് ഇവിടെ വെച്ചിട്ട് മരുന്നുകൾ തന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ ടേബിളിൽ കിടത്തിയായിരിക്കും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും അസുഖത്തിൽ നിന്ന് ഭേദമായിട്ട് വരും. ഇത്രയും നാൾ എല്ലാ പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ യാതൊരു അസുഖം പൂർണ്ണമായിട്ടും മാറി നിങ്ങൾ തിരിച്ച് അത് നിങ്ങൾക്ക് ഈ ഒരു ഇത് തരുന്നതിൻ്റെ പ്രധാന കാരണം, നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മകനും നിങ്ങളുടെ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു പ്രയാസത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളുടെ പ്രസൻസ് ആവശ്യമാണ് നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും ഡോക്ടർമാർ ഇത്രയധികം പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ശേഷം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ബെഡിലാക്കിയിട്ട് അദ്ദേഹം പോകും. അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ഇദ്ദേഹം പൂർണ്ണമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഡോക്ടർമാരെല്ലാം വന്ന് പറയും, ഞങ്ങൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല, എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു, നിങ്ങൾക്കിനി വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പറയും, എനിക്കത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ന് പറയും.
അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ സോളിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കരുത്. അന്വേഷിക്കുക, കണ്ടെത്തുമെന്ന് നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ അന്വേഷിക്കാൻ തയ്യാറല്ല ഇപ്പോഴത്തെ ഡോക്ടർമാർ. അത് ഉടനെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത്. ബ്രാൻ വൈസിൻ്റെ കഥ എടുത്താലും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പലരും അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അതുമായിട്ട് മുമ്പോട്ട് പോയി. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം സക്സീഡ് ചെയ്യാൻ കാര്യം. മാത്രമല്ല ഈ സോളിനെ പറ്റിയുള്ള പഠനങ്ങൾ മോഡേൺ മെഡിസിൻ്റെ അത്യാധിക ശാസ്ത്രീയമായിട്ട് തന്നെ പഠനങ്ങൾ 1920 തൊട്ടേ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 2021 പോലും ഓൾമോസ്റ്റ് ഒരു സെഞ്ച്വറി ആയിട്ട് പോലും ഇതില്ല എന്ന് പറയാനായിട്ട് നമ്മൾ കൂടുതലും പ്രയാസപ്പെടുന്നത്. അതിനെപ്പറ്റി അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടും എന്നുള്ളത് അന്വേഷിക്കാതെ അത് ഇല്ല എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമായിട്ട് നിൽക്കുന്നത്. അല്ല, അന്വേഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഒരു സ്വപ്നം കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് യാതൊരു വിധത്തിലും തെളിയിക്കാനൊക്കത്തില്ല. അത് വേറെ പലർക്കും അതെങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് വേറെ വിധത്തിലാണ് പഠനം നടത്തേണ്ടത്. അപ്പം ആത്മാവിനെ പറ്റി പഠിക്കുന്നതും തീർച്ചയായിട്ടും നമ്മൾ അതിന് പഠിക്കാനുള്ള രീതിയിൽ പോയെങ്കിലേ അത് പഠിക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ആഹാരത്തിൻ്റെ രുചി അറിയണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അതിനെപ്പറ്റി പരിചയമുള്ള ആൾക്കാർ ഇപ്പം ആ മധുരം നോക്കിയിട്ടില്ല, മധുരമാണെന്ന് പറയും, കയ്പ്പാണെങ്കിൽ കയ്പ്പാന്ന് പറയും. അത് രുചിച്ച് നോക്കിയെങ്കിലേ പറ്റും. അല്ലാണ്ട് ശാസ്ത്രീയമായിട്ട് ആ വിധത്തിൽ അത് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അനുഭവങ്ങളാണ്. അപ്പം അത് നമ്മൾ 5 സെൻസസിൽ കൂടെ ഈ 5 സെൻസ് അല്ലാതെ തന്നെ നമുക്ക് ഇന്നറായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. സ്വപ്നം കാണുന്നത് ഒരു 5 സെൻസ് കൊണ്ടല്ല നമ്മൾ കാണുന്നത്. ആ സ്വയം കിട്ടുന്ന ഒരു അനുഭവമാണ്. അതുപോലെ നമ്മൾ ഡീപ്പർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്ക് ഈ അനുഭവങ്ങൾ കിട്ടും. ചിലർ ഈ പറഞ്ഞ കണക്ക് ഡീപ്പർ മെഡിറ്റേഷൻസിൽ പിന്നീട് ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകാറുണ്ട്. അപ്പോൾ അത് തന്നെ അവർക്ക് സ്വയമായിട്ട് അറിയാം, ഒരു ആത്മാവ് എൻ്റെ ശരീരത്തിലുണ്ടെന്നുള്ള ആ ഒരു തെളിവ് കിട്ടുന്നതാണ്. അതിൽ പ്രധാനമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ ന്യൂട്ടൺ കൊണ്ടാവെട്ടി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇപ്പം ഇന്ത്യയിൽ വ്യാപകമായിട്ട് അതിനെപ്പറ്റി പറയുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി തന്നെ ഒരു യൂണിവേഴ്സിറ്റി അദ്ദേഹം ഇപ്പം ഈ അടുത്ത് തന്നെ തുടങ്ങാനായിട്ടും അദ്ദേഹം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തുടക്കത്തിൽ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ ഡോക്ടറാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ഗുരുവിനെ കണ്ടെത്തി. ബ്രഹ്മശ്രീ പാത്രിജി എന്ന് പറഞ്ഞ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അദ്ദേഹത്തിന് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം മുറിയിലിരുന്ന് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം അടുത്ത മുറിയിൽ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അത് അതിശയമായി. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഇതിനകത്ത് നിന്ന് ഉണർന്ന് മെഡിറ്റേഷനിൽ തിരിച്ചു വന്നിട്ട് അടുത്ത മുറി പോയി നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ട അതേ കാര്യങ്ങളാണ് ആ മുറി നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരം വിട്ട് അപ്പുറത്തെ മുറി പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ ആത്മാവിനെ പറ്റി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മളിനി ഉണ്ടാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും തീർച്ചയായിട്ടും നല്ലൊരു ഗുണം ചെയ്യും. അപ്പം ആത്മാവാണ് നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് മതവും ജാതിയും ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ കുറച്ച് പാസ്റ്റ് ലൈഫ് ചെയ്തിട്ടുള്ളതിൽ പല ആൾക്കാരും കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പം കൃഷ്ണനാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ മുസ്ലിം ആയിരുന്നു. ഇപ്പോൾ മുസ്ലിമായിട്ടുള്ള പലരും ആഫ്രിക്കയിലെ പല അബോറിജിൻസായിട്ട് കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ സായിപ്പായിട്ട് കണ്ടിട്ടുള്ളവർ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ നമ്മളൊരു ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു ഫീലിംഗ് തന്നെ അപ്പോഴങ്ങ് മാറും. നമ്മൾ പല കടമ്പകൾ കടന്നാണ് ഈ നിലയിൽ എത്തിയെന്നുള്ള മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വരമ്പുകളെല്ലാം ബ്രേക്ക് ചെയ്യും. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്നു, അതിന് മുമ്പത്തെ ജന്മത്തിൽ നിങ്ങൾ ആഫ്രിക്കയിലായിരുന്നു, ഇപ്പം നമ്മൾ അപ്പോൾ നിങ്ങളെ നാഷണലായിട്ട് അപ്പോൾ എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്ന എല്ലാ വിധത്തിലുള്ള കെട്ടുകെട്ടുകളും നമുക്ക് വിട്ടുകിട്ടും. നമ്മളൊരു ഫ്രീ മാനായിട്ട് മാറുന്നത് ആ സമയത്താണ്. നമ്മൾ ഇൻക്ലൂഡിങ് നമ്മളിപ്പോൾ തന്നെ നമ്മളൊരു ഫാമിലി ബോണ്ടേജാണ് ഏറ്റവും വലിയ കാര്യം. അതിനകത്ത് നമ്മൾ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. അതുമാത്രമല്ല ഒരു യൂണിവേഴ്സൽ മാനായിട്ട് മാറാനായിട്ട് നമുക്ക് ഈ ആത്മാവ് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുകയും അതിൻ്റെ നിലനിൽപ്പ് എന്താണെന്നുള്ള പറ്റിയുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ചില നമ്മൾ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്നതൊക്കെ അപ്പോഴേക്കും മാറിക്കഴിയും. അപ്പം നമ്മൾ പിന്നെ അതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. അപ്പം നമ്മളേതായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതത്തിലോട്ട് മാറാനുള്ള സാധ്യത വരുന്നത് നമ്മളെപ്പറ്റി നമ്മുടെ ആത്മാവിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം.